ജനാർദ്ദന കുർബാന. മഹത്തായ വാശി പ്രാണായാമ പരിശീലന പദ്ധതി എന്ന് പറഞ്ഞിട്ട് 80-ാം വോളിയം ക്ഷീരപഥത്തിലൊരു ലേഖനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ചില ഭാഗങ്ങൾ വായിക്കാം. മഹത്തായ വാശി പ്രാണായാമം കൊണ്ടാണ് സിദ്ധന്മാർ അവരുടെ ശരീരത്തിലെ ആരോഗ്യം സംരക്ഷിച്ചും ശരീര ഇരുമ്പ് പോലെ ബലപ്പെടുത്തിയതും സ്വർണ്ണ നിറമാക്കിയതും. അനേകം തമിഴ് സിദ്ധന്മാരുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് ഇക്കാര്യത്തിൽ വെളിച്ചം നൽകുന്നുണ്ട്. അതിൽ എനിക്ക് വെളിപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. യോഗയുടെ പ്രാരംഭ പാഠങ്ങൾ നന്നായി പരിചയപ്പെട്ടതിന് ശേഷം പ്രാണായാമം പരിശീലിക്കണം. ഭസ്ത്രിക, കപാൽഭാതി, അനുലോമ വിലോമം, മൃത്യുഞ്ജയം, ചന്ദ്രഭേദി, സൂര്യഭേദി, മൃത്യുഞ്ജയം എന്നിവ പരിശീലിച്ചതിന് ശേഷം സൂര്യ നമസ്കാരം നന്നായി പരിശീലിക്കാം. കുണ്ടലിനി തന്ത്രത്തിൽ നിന്നും ഇവയെല്ലാം ശരിയായി പരിശീലിച്ച ശേഷം ഉഡ്ഡ്യാണബന്ധം, മൂലബന്ധം, ജാലന്തരബന്ധം എന്നിവ ചേർന്ന മഹാബന്ധം പരിശീലിക്കണം. അതിൻ്റെ വേദമുദ്രയും മഹാമുദ്രയും മഹാഭേദമുദ്രയും പരിശീലിക്കണം. തുടർന്ന് ശക്തിജാലിനി മുദ്ര, നഭവം മുദ്ര, ഖേജരി മുദ്ര എന്നിവയും പരിശീലിക്കണം. കുംഭം 8-8-8, 16-16-16, 24-16-24, 32-24-32 എന്നീ നിലയിൽ പരിശീലിക്കാം. വാശിയോഗത്തിൻ്റെ പ്രാഥമിക ഘട്ട പരിശീലനം കുണ്ടലിനി തന്ത്രം 149 പേജ് മുതൽ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ ആത്മീയ ചക്രങ്ങളിലും ദീക്ഷ സ്വീകരിച്ച് ബീജാക്ഷര മന്ത്രവും വർണ്ണമയ മന്ത്രവും ആയിരക്കണക്കിന് ജപിച്ച് ചക്രങ്ങളെ ജീവിപ്പിച്ചിട്ടുണ്ടാകണം. ഇതിൻ്റെ വിശേഷങ്ങൾ 30-ാം അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നീട് ഷൺമുഖി മുദ്രയും നവമുഖി മുദ്രയും ശക്തിചാലന മുദ്രയും പരിശീലിക്കണം. തുടർന്ന് വാശി പ്രാണായാമം പരിശീലിക്കാം. വാശിയോഗത്തിൽ ശാരീരിക ശുദ്ധിക്ക് വേണ്ടി കുണ്ടലിനി തന്ത്രം 149 പേജ് പറഞ്ഞൊരു വാശിയോഗം 500 തവണ ചെയ്യുക. വലതുകാലിൽ നിന്നും വായെന്ന് ഉജ്ജായിൽ വലിച്ച് അരക്കെട്ടിൽ വന്ന് വലതുവശത്ത് പിന്നിൽ കൂടി കഴുത്തിൽ വന്ന് വായിൽ കൂടി ഷീ എന്ന് ശക്തിയായി വിടുക. ഇങ്ങനെ 10 തവണ ചെയ്യുക. ഇതേപോലെ ഇടതുവശത്ത് കൂടിയും ചെയ്യുക. 3. മൂലാധാരത്തിൽ നിന്നും നട്ടലിൽ കൂടി ഉജ്ജായിൽ വാ എന്നെടുത്ത് ഷീ എന്ന് വിടുക 10 തവണ. അസ്ഥി, മജ്ജ, മാംസം, പേശികൾ, ത്വക്ക്, രോമകൂപങ്ങൾ എന്നിവയെല്ലാം ചിന്തിച്ചാണ് ശരീരത്തിലെ വാശിയോഗം ചെയ്യേണ്ടത്. 16-8 എന്ന അനുപാതത്തിൽ വാശി ചെയ്യണം. സഹസ്രാരത്തിൽ നിന്നും വാ എന്ന് പ്രാണനെടുത്ത് ആത്മവിശുദ്ധി അനുപാതം അനാഹതം എന്നാണ്. മണിപുരം, സ്വാധിഷ്ഠാനം എന്നീ ചക്രങ്ങൾ ശ്രദ്ധിച്ച് മൂലാധാരത്തിൽ ചക്രത്തെ ശ്രദ്ധിച്ച് ഷീ എന്ന ശക്തിയോടെ വിടുക. 16-4-12 അനുബന്ധത്തിൽ ചെയ്യുക. മൂലാധാരത്തിൽ പൂർണ്ണമായും പ്രാണനെ വിട്ട് ഉഡ്ഡ്യാനബന്ധവും മൂലബന്ധവും ചെയ്ത് ജാലന്തരബന്ധവും ചെയ്ത് കണ്ണടച്ച് പ്രാണനെ മൂലാധാരത്തിനും വിശുദ്ധിക്കിടയിൽ ഇട, പിങ്കള, സുഷുമ്ന നാഡിയിൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കണം. തുടർന്ന് ജാലന്തരബന്ധം വിടിച്ച് തല പൊന്തിച്ച് വായെന്ന് പ്രാണനെ മൂലാധാരത്തിൽ നിന്ന് എടുത്ത് ആജ്ഞയെ തൊട്ട് സഹസ്രാരത്തിൽ 1000 ദളങ്ങളെ നോക്കി കുംഭത്തിലിരിക്കണം. എന്നിട്ട് ഷീ എന്ന് സാവധാനം കൂടുതൽ സമയമെടുത്ത് പ്രാണനെ സഹസ്രാരത്തിൽ വിട്ട് മൂലബന്ധം വിടണം. പിന്നീട് ഖേജരി മുദ്രയിലിരിക്കണം. 16-8, 24-8 അനുപാതത്തിൽ ചെയ്യണം. ഇങ്ങനെ 2 തവണ വാശി പ്രാണായം ചെയ്യുന്നത് ഒരു യൂണിറ്റായി എടുക്കണം. ഈ വിധം 64 തവണ ചെയ്യുക. ഇത് മഹാബന്ധ വാശിയോഗമാണ്. ഖേജരിയിൽ കൂടുതൽ സമയം ഇരുന്നും പരിശീലിക്കാം. മുൻ പറഞ്ഞ വിധം സഹസ്രാരത്തിൽ നിന്നും വാ എന്ന പ്രാണനെ താഴെയുള്ള എല്ലാ ചക്രങ്ങളെയും ശ്രദ്ധിച്ച് 16 സെക്കൻഡ് കൊണ്ട് മൂലാധാരത്തിന് കുംഭകം ചെയ്ത് പിടിച്ച് മൂലാധാരത്തിൽ ശ്രദ്ധിച്ച് ശക്തിയായി ഷീ എന്ന് പ്രാണനെ വിടുക. 16-8-12 മൂലാധാരത്തിൽ നിന്നും വാ എന്നെടുത്ത് നിറച്ച് ചക്രങ്ങളെ ശ്രദ്ധിച്ച് സഹസ്രാരത്തിൽ നോക്കി ഖേജരി മുദ്രയിൽ മൂലബന്ധം ചെയ്ത് പിടിച്ചിരിക്കാം. പിന്നീട് ഖേജരിയിൽ നിന്നും പിൻവാങ്ങി പ്രാണനെ സഹസ്രാരത്തിൽ സാവധാനം വിടുക. മൂലബന്ധം വിടുക. എല്ലായ്പ്പോഴും കണ്ണടച്ചിരിക്കണം. 16-8-24 അനുപാതത്തിൽ ചെയ്യണം. ഇത് 128 തവണ ചെയ്യണം. ഇത് മഹാമുദ്രയിലെ വാശിയോഗമാണ്. ഇതിലെ 2 വാശിയോഗവും ഒരു യൂണിറ്റായി കണക്കാക്കണം. 6. ഈ വിധം ആദ്യം ഒരു തവണ മഹാബന്ധ വാശിയോഗം ചെയ്ത് അടുത്തതായി മഹാമുദ്ര വാശിയോഗം ചെയ്യുന്നത് ശക്തിചാലന വാശിയോഗമാകുന്നു. ഇത് 32 തവണ പരിശീലിക്കണം. 4-ാം ഖണ്ഡികയിൽ പറഞ്ഞ മഹാബന്ധ വാശിയോഗത്തിൽ പ്രാണനെ സഹസ്രാരത്തിൽ സാവധാനം പൂർണ്ണമായും വിട്ടിട്ടാണ് ഖേജരി മുദ്രയിലിരിക്കുന്നത്. എന്നാൽ മഹാമുദ്ര വാശിയോഗത്തിൽ ഖേജരി മുദ്ര ചെയ്യുന്നത് കുംഭകത്തിലിരിക്കുമ്പോഴാണ്. സഹസ്രാരത്തിൽ ഷീ എന്ന് പ്രാണായാമം ചെയ്യുന്നത് വളരെ സമയമെടുത്ത് കുറഞ്ഞ ശക്തിയിലേ പാടുള്ളൂ. തലയിലെ ബലം കുറഞ്ഞ നാഡികൾക്കും രക്തക്കുഴലുകൾക്കും കേടുവരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ തലച്ചോറിൽ ജീവകാന്ത ശക്തി നിറയുകയും വേണം. പറഞ്ഞ അനുപാതത്തിൽ തുടങ്ങി അതേ അനുപാതത്തിൽ കൂടുതൽ സമയം ഉപയോഗിക്കാവുന്ന വിധം പരിശ്രമം തുടങ്ങണം. പ്രാണനെ എടുക്കുകയും പിടിക്കുകയും വിടുകയും ചെയ്യുന്ന സമയം 64 സെക്കൻഡിൽ കൂടുതലായാൽ നിരവധി അതീന്ദ്രിയ അനുഭവങ്ങൾക്ക് സാധ്യത ഉണ്ടാക്കുന്നതാണ്. ശരീരം ആരോഗ്യപൂർണ്ണതയുള്ള രോഗങ്ങൾ മറ്റുള്ളവ കുറഞ്ഞു വരും. ശരീരം മുഖം തേജസ്സുറ്റതാകും. അനാഹത ശബ്ദം കേൾക്കാനുള്ള പരിശ്രമത്തിന് എളുപ്പമാകും. സഹസ്രാരത്തിൽ വെള്ളി വെളിച്ചം ഉണ്ടാകുന്നതിനും അത് ലയിച്ചിരിക്കുന്നതിനും അത് യോഗമാകും.
സമാധിയിലേക്ക് പോകാനുള്ള വഴിയാകും. അമൃത് രുചിക്കാനുള്ള വഴിയും ഇത് തന്നെയാവുന്നു. 10 യൂണിറ്റ് വീതം കൃത്യമായി വാശി പ്രാണായാമം ചെയ്തതിന് ശേഷം ശരീരത്തിൽ ബലത്തിനനുസരിച്ച് പ്രാണനെ നിറുകിൽ നിന്ന് മൂലാധാരത്തിലേക്കും മൂലാധാരത്തിൽ സഹസ്രാരത്തിലേക്കും 10 തവണ വീതം നോക്കിക്കൊണ്ടിരിക്കാം. ഇത് പല അതീന്ദ്രിയ അനുഭവം ഉണ്ടാക്കും. ഇത് തുടക്കക്കാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ക്രമത്തിൽ 10 യൂണിറ്റ് എന്ന് 15, 20, 24 എന്നിങ്ങനെ ദീർഘിപ്പിച്ചിട്ട് ചെയ്തതിന് ശേഷം ഈ വിധം ഇടസമയം ഒഴിവെടുക്കാം. എന്നാലും സഹസ്രാരത്തിനും മൂലാധാരത്തിനും ഇട പിംഗള സൂക്ഷ്മയുടെ പ്രാണനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കണം. ഈ വാശിയോഗ പ്രാണായാമങ്ങൾ താന്ത്രിക ദീക്ഷ ചെയ്യാൻ കഴിവുള്ള ഒരു ഗുരുവിൽ നിന്നും ദീക്ഷ സ്വീകരിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതീന്ദ്രിയാനുഭവ വേഗത്തിൽ അനുഭവിക്കാൻ കഴിയും. കുറച്ച് വർഷങ്ങളുടെ പരിശീലനം കൊണ്ട് പഞ്ചകോശങ്ങളായ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്ന ക്രമത്തിലുണ്ടായി വളർന്നു വരും. ഇത് പലവിധ ശുഭകരമായ അനുഭവങ്ങൾക്കും കാരണമാണ്. ജ്ഞാനിയായും അനേകം പേരെ ആകർഷിക്കാൻ കഴിവുള്ള സിദ്ധനായി തീരാനുള്ള വഴിയും മഹത്തായ വാശിയോഗമാകുന്നു. നമഃ ശിവായ.